സൂര്യൻ 15 കോടി കിലോമീറ്ററുകൾ അപ്പുറം നിന്ന് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ അയച്ച ഉയർന്ന താപനിലയിൽ പോലും ഡാമേജ് ആകാതെ വർക്ക് ചെയ്യുന്ന ഒരു പേടകം ആദ്യമായി അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ചൂട് കൂടി വരുമ്പം സൂര്യാഘാതം കൊണ്ട് ആളുകളുടെ ശരീരത്തിലെ ജലാംശങ്ങൾ നഷ്ടപ്പെട്ട് സോഡിയമെല്ലാം കുറഞ്ഞ് ആളുകൾ അബോധാവസ്ഥയിൽ പോകുകയും അതേപോലെ തന്നെ മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് അയക്കുന്ന സൂര്യപ്രകാശം കൊണ്ട് മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ചൂട് ഇവിടെ ഉണ്ട് എന്ന് നമ്മളെ അത് ബോധ്യപ്പെടുത്തുക. അതിൻ്റെ പ്രതലത്തിൽ നടക്കുന്ന വളരെ ഉയർന്ന ഊഷ്മാവ്, അതിൻ്റെ അനുമാനം മാത്രമാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്രയാണ് ചൂട് എന്ന് പോലും നിശ്ചയിക്കാൻ സാധ്യമായിട്ടില്ല. ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അബീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, അബീ ഇബ്നു ഹാത്തിം സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് ഈ ഹദീസ്? തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. വലൗ ബിശിക്കി തമ്ര, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമെന്നാണ്. നമുക്കറിയാം, വളരെ പട്ടിണി നിറഞ്ഞ കാലഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. മദീനയിലെ അഹ്ലുസ്സുഫ, മസ്ജിദുൻ നബവിയിൽ താമസിച്ചിരുന്ന അഹ്ലുസ്സുഫ എന്നറിയപ്പെടുന്ന വളരെ ദരിദ്രന്മാരായ സഹാബികൾ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില സഹാബികൾ നമസ്കാരത്തിന് വരുമ്പം പഴുത്ത ഭാഗമായി ഈത്തപ്പലയുടെ കൊല വെട്ടി ആ പള്ളിയിൽ തൂക്കിയിടുമായിരുന്നു എന്നാണ്. അവിടെ താമസിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ഒരാശ്വാസത്തിനു വേണ്ടിയിട്ട്. ഒരു കാരക്കയുടെ ചൊള എന്ന് പറയുമ്പോൾ, ഒരു കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കീറ്, ശുക്ക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിനാണ് നമ്മൾ പറയാം. ഫ്ലാറ്റിനാണ് കഷ്ണം, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു കഷ്ണത്തിനാണ് ഫ്ലാറ്റ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഭാഗമാണ് ഫ്ലാറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് ഫ്ലാറ്റേക്കാരം. ഒരു കാരക്കയുടെ ചൊള, ഒരു കാരക്കയുടെ പീസ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളെല്ലാ ഓരോരുത്തരും റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും, ആ റബ്ബിനോട് സംസാരിക്കും. നിങ്ങൾക്കും ആ റബ്ബിനുമിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു തർജുമാനില്ലാതെ നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നു. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കേണ്ട അവസ്ഥ എല്ലാവർക്കും വരുന്നതാണ്. ഫയൻദുർ അയ്മൻ മിൻഹു, അപ്പോൾ ഓരോ മനുഷ്യനും തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കുമെന്നാണ്. അവനവിടെ കാണുമെന്ത്? എന്താണ് കാണുക? ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, താൻ മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് അവൻ അവിടെ കാണുക. പിന്നെ അവനിടത്തേക്ക് നോക്കുമെന്നാണ്. വയൻദുറു അശ്അമു മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അപ്പോൾ അവിടെയും മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് അവനവിടെ കാണുന്നതാണ്. എന്നിട്ട് ഫയൻദുറു ബൈന യദൈഹി, അവൻ തൻ്റെ മുമ്പിലേക്ക് നോക്കുമെന്നാണ്. ഫലാ യറാ ഇല്ലന്നാർ, നരകമല്ലാതെ മറ്റൊന്നും തൻ്റെ മുമ്പിൽ അവൻ കാണുകയില്ല എന്നാണ്. ആ മുമ്പിൽ നരകവും രണ്ട് ഭാഗത്തും താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും കണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു രംഗം പരലോകത്ത് വരാനുണ്ട് എന്നാണ്. എന്നിട്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞ് ഫത്തഖുന്നാർ, ആ നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ. വലൗ ബിശിക്കി തമ്ര, ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിലും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ജീവിതം എന്നത് എവിടെ വെച്ച് അവസാനിച്ചാലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് സഹോദരങ്ങളെ? ജന്മം കൊണ്ടോ ആരുടെയെങ്കിലും മകളായി എന്നതുകൊണ്ടോ, ആരുടെയെങ്കിലും വലിയാക്കി എന്നതുകൊണ്ടോ, ഏതെങ്കിലും ഹോജമാരെ ഷെയ്ഖുമാരുടെ മുരീദായി എന്നതുകൊണ്ടോ നാളെ പരലോകത്ത് രക്ഷപ്പെടൂല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ച് പറഞ്ഞത് അതാണ്. യാ ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് ഇഅ്മലി ഫഇന്നി ലാ അഗ്നി അൻക മിനല്ലാഹി ഷൈഅ. എന്താണ് ഫാത്തിമ? നീ കർമ്മങ്ങൾ ചെയ്യണം, നീ പ്രവർത്തിക്കണം.
എന്താണ്? നാളെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ ഈ പിതാവിന് കഴിയില്ല മോളെ എന്ന് സ്വന്തം മകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ആ അബൂ ത്വാലിബിനെ, തൻ്റെ മൂത്താപ്പാനെ ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബ് ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോയിട്ട് അമ്മ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തിച്ച് പറഞ്ഞു സഹോദരങ്ങളെ. പക്ഷേ ചൊല്ലാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനെ ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഉദ്ദേശിച്ച ആളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല നബി എന്നാണ്. അപ്പം നബി പോലും വിചാരിച്ചിട്ട് അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ സാധിച്ചിട്ടില്ല. സ്വന്തം മകൾ ഫാത്തിമയെ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്ന് സ്വന്തം മകളെ വിളിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ജന്മം കൊണ്ടോ ഒന്നും ഒരാൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആരുടെയെങ്കിലും മകളായി എന്നതുകൊണ്ടോ മകനായി എന്നതുകൊണ്ടോ ഏതെങ്കിലും വലിയ സയ്യിദ് കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ ആരെങ്കിലും വലിയ ആരുടെയെങ്കിലും ഔലിയാക്കന്മാരുടെ മുരീദായി എന്നതുകൊണ്ടോ ഏതെങ്കിലും ത്വരീഖത്തിന്റെ ആളായി എന്നതുകൊണ്ടോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ, വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇബാദുർ റഹ്മാനിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞ സ്ഥലത്ത് തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കി തരണമേ റബ്ബേ. ഇന്ന അദാബഹാ കാന ഖറാമ, നിശ്ചയമായും അതിന്റെ ശിക്ഷ എന്നത് അത് മൂടി വരുന്ന വിട്ടൊഴിയാത്ത വിപത്താകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണമേ എന്ന് അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞ പ്രാർത്ഥനയാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ, അത് മോശമായ ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു എന്ന് അവർ പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് അവരുടെ പ്രത്യേകതയായി പറയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കാത്തുകൊള്ളണം, വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാത്തുകൊള്ളണം, നാറ, നരകത്തെ തൊട്ട്, വഖൂദുഹന്നാസ്, അതിന്റെ ഇന്ധനം എന്താണ്? വഖൂദുഹ, അതിൽ ഇന്ധനമാക്കുന്നത്, അതിൽ കത്തിക്കപ്പെടുന്നത്, അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. ഈ കല്ല് കത്തുന്ന ഒരു താപനില, ചൂട് അല്ലേ? ഏത് തീപിടുത്തുണ്ടായാലും കല്ലൊന്നും കത്തില്ല, ചൂടാകുള്ളൂ. എന്നാൽ കല്ല് പോലും കത്തിക്കപ്പെടുന്ന നരകം, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് എന്നാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണം, നിങ്ങളെ കുടുംബത്തെ കാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം വളരെ ചെറിയൊരു ജീവിതമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തും. ഇവിടെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും തിരിച്ചു വിളിക്കപ്പെടും. നമ്മൾ ആലോചിച്ച് എത്ര ആളുകളാണ് വളരെ ചെറിയ പ്രായത്തിൽ, ഞാൻ ന്യൂസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സൈലന്റ് അറ്റാക്കാണ്, ഉറങ്ങിയെണീറ്റില്ല, അതേപോലെ തന്നെ ആക്സിഡൻ്റായി വെള്ളത്തിൽ വീണ് പലതരത്തിലുള്ള അപകടങ്ങൾ, പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, ഇതൊക്കെ സംഭവിച്ച് നമ്മൾ തിരിച്ചു വിളിക്കപ്പെട്ടാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ, ആ നരകത്തിൻ്റെ മുമ്പിൽ നിന്ന് വലത്തേക്ക് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കർമ്മങ്ങളെ കണ്ട് നിരാശനായി നിൽക്കേണ്ട ആ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ കൃത്യമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ളവരായി ഈ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ പ്രവൃത്തിയും അത് നരകത്തിൽ കൊണ്ട് എന്നെ എത്തിക്കൂല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സഹോദരങ്ങളെ. അല്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക. അതേപോലെ തന്നെ ആ ഭയാനകമായ നരകത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ, അവിടെ കിട്ടുന്ന വെള്ളം, അവിടെ കിട്ടുന്ന ഭക്ഷണം, അവിടെ ഉണ്ടാകുന്ന ആ നരകം അവരെ വിളിക്കുമെന്നാണ്. ആ നരകത്തിൻ്റെ ഒരു ഗൗരവം, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ ദൂരസ്ഥലത്ത് നിന്ന് ആ നരകം അവരെ കാണുമ്പോൾ അത് ശോഭിച്ചിളകുമെന്നാണ്, അത് ഇരമ്പുമെന്നാണ്. അതിൻ്റെ ആ ഇരമ്പൽ അവർക്ക് കേൾക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നമ്മൾ ഒരിക്കൽ കരിഞ്ഞു പോയാൽ അതോടെ അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടെന്നാണ്. എന്താണ്? നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അത് ആ കരിഞ്ഞ തൊലികൾക്ക് പകരം പുതിയ തൊലികൾ നൽകി ആ ശിക്ഷ ആസ്വദിക്കാൻ
വേണ്ടി അള്ളാഹു തൊലികളെ നമുക്ക് മാറ്റിത്തരുമെന്നാണ്. അതുകൊണ്ട് തൊലി കറുത്തുപോയാൽ വേദനയുടെ റിസപ്റ്ററുകളും വേദനയുടെ സെൻസറുകളും എല്ലാം തൊലിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തൊലി കരിഞ്ഞു പോയാൽ പിന്നെ വേദനയുണ്ടാകില്ല എന്ന് ശാസ്ത്രം പറഞ്ഞ് അതിൽ സമാധാനമടയേണ്ട ആ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സഹോദരങ്ങളെ, തൊലി കരിഞ്ഞു എന്നതുകൊണ്ട് വേദന അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പുതിയ തൊലികളെ അവർക്ക് പകരം നൽകും. കരിഞ്ഞുപോയ തൊലികൾക്ക് പകരം പുതിയ തൊലികൾ നൽകി അവരെ ശിക്ഷ ആസ്വദിപ്പിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് ഈ ജീവിതത്തിലെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ആ നരകത്തിലേക്ക് നയിക്കുന്നതല്ല എന്ന്, നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതല്ല എന്ന് ഓരോ സെക്കൻഡും ആ ബോധത്തോടു കൂടി ജീവിക്കാൻ ഒരു സത്യവിശ്വാസി സന്നദ്ധനാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ, ചെറിയ ശിക്ഷകൾ, വലിയ ശിക്ഷകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിർക്ക് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഷിർക്ക് സംഭവിക്കാതിരിക്കുക. അല്ലാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ്. നരകം അവന്റെ വാസസ്ഥലമായിരിക്കുമെന്നാണ്. അക്രമികൾക്ക് സഹായിയായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ, അല്ലാഹുവിൻ്റെ ഗുണങ്ങളിൽ, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അല്ലാഹു അല്ലാത്ത ഒരാളെയും അതിൽ പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹു കാണുന്ന പോലെ കാണും, അല്ലാഹു കേൾക്കുന്ന പോലെ കേൾക്കും എന്ന് മൊയ്തീൻ ശൈഖിനെ പറ്റിയോ ഏതെങ്കിലും മൺ പറഞ്ഞു പോയ ഖോജമാരെ പറ്റിയോ ജിന്നിനെ പറ്റിയോ മലക്കിനെ പറ്റിയോ മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളെ പറ്റി അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അതാണ് ഷിർക്ക് സഹോദരങ്ങളെ. അല്ലാഹു കാണുന്ന പോലെ കാണാനോ അല്ലാഹു കേൾക്കുന്ന പോലെ എവിടെ വെച്ച് ഏത് ഭാഷയിൽ വിളിച്ചാലും അല്ലാഹു കേൾക്കും എന്നതുപോലെ വേറെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് അങ്ങനെ കേൾക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു. അതുകൊണ്ട് ഒരു തരത്തിലും അല്ലാഹുവെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാതിരിക്കുക, അല്ലാഹുവിലേക്കല്ലാതെ നേർച്ച നേരാതിരിക്കുക. അല്ലാഹുവിന് മാത്രമാണ് നേർച്ച, സത്യം ചെയ്യൽ അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ ഷിർക്ക് സംഭവിക്കാത്ത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഷിർക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ അത്യന്തം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയാനുള്ളതാണ്. ഐനാനി ലാ തമസ്സുഹുമാ നാർ, എന്താണ്? രണ്ട് കണ്ണുകൾ, അതിനെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്നാണ്. എന്താണത്? ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരുറ്റിച്ച ആ കണ്ണുണ്ടല്ലോ. എത്രയോ സീരിയലുകൾ കണ്ട്, എത്രയോ സിനിമകൾ കണ്ട്, എത്രയോ ന്യൂസുകൾ വായിച്ച് കരഞ്ഞവരായിരിക്കും സഹോദരങ്ങളെ. എന്നാൽ അല്ലാഹുവിൻ്റെ ഗാംഭീര്യം ആലോചിച്ച് അല്ലാഹുവിൻ്റെ അദാബ് ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണിനെ അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സംരക്ഷിക്കാൻ രാത്രി ഉറക്കമൊഴിച്ചു നിന്ന കണ്ണുകൾ, ഈ രണ്ട് കണ്ണുകളുമാണ് നാളെ നരകത്തിൽ നിന്ന് അല്ലാഹു കാക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഒറ്റക്കിരുന്ന് ആ സുബഹിൻ്റെ മുമ്പ് കുറച്ച് നേരത്തെ എണീറ്റ് 5:45 5:20 ബാങ്ക്, ഒരു 5 മണിക്കെങ്കിലും എണീറ്റുകൊണ്ട് ആ ഒരു 3 റക്അത്തെങ്കിലും തഹജ്ജുദ് വിത്റാക്കി നമസ്കരിച്ചുകൊണ്ട് ആ പായിൽ നിന്ന് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് രണ്ടുറ്റി കണ്ണുനീര് വീഴട്ടെ സഹോദരങ്ങളെ. എന്നാൽ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. അതേപോലെ സുന്നത്ത് നമസ്കാരം, അത് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇത്തിബാഅോടുകൂടി അതിൽ നല്ല സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയായാൽ നാളെ അല്ലാഹുവിനോട് ഒരു സുജൂദ് ചെയ്താൽ അല്ലാഹു അവൻ്റെ ദറജ ഉയർത്തുമെന്നാണ്, അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. ഒരു സുജൂദിനെ പറ്റി, സുന്നത്ത് നമസ്കാരത്തിലെ സുജൂദുകളെ പറ്റി ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ നരകമോചനത്തിന് വേണ്ടി പ്രത്യേകം ചോദിക്കുക, നരകമോചനത്തിന് വേണ്ടി പ്രത്യേകം ചോദിച്ച അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ സഹോദരങ്ങളെ സ്വർഗ്ഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവലിനെ തേടുക. റബ്ബനസ്രിഫ്, ഏറ്റവും നല്ല പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമ എന്ന സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥന. അങ്ങനത്തെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം അത് വളരെ മോശമായ ഒരു താവളവും പാർപ്പിടവും ചെന്ന് ചേരാനുള്ള സ്ഥലമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നരകാവകാശികളുടെ അടയാളങ്ങൾ, നരകത്തിലെത്തിപ്പെടാനുള്ള കാരണങ്ങൾ, നരകക്കാരും സ്വർഗ്ഗക്കാരും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്? അല്ലേ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ സ്വതക്കക്ക് പ്രേരിപ്പിക്കുന്നവരായിരുന്നില്ല. അങ്ങനെ നരകത്തിൽ അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ, ആ സ്വർഗാവകാശികളും നരകാവകാശികളും തമ്മിൽ നടക്കുന്ന ഡയലോഗുകൾ, ഇതൊന്നും നടന്നതല്ല, നടക്കാനിരിക്കുന്ന വളരെ വ്യക്തമായ കോൺവെർസേഷൻസ് ആണ്, വളരെ ഇൻഫോർമേറ്റീവായ. എന്താണ് നിങ്ങൾ ഈ നരകത്തിലെത്താൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം, ഞങ്ങൾ നമസ്കരിച്ചില്ല, ഞങ്ങൾ സ്വതക്ക കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല. സ്വതക്ക കൊടുത്തില്ല എന്നല്ല, കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല, ഒരു പ്രേരണ നൽകിയില്ല. അങ്ങനെ ആ ഒരു തരത്തിലുള്ള സംസാരങ്ങളൊക്കെ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നത്. വ്യത്യസ്ത ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടു.
അല്ലേ? മിറാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകം കണ്ടു, നരകം സന്ദർശിച്ചു. അതിൽ ആളുകൾ, അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകൾ, അവർ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയെന്ന് അല്ലാഹു റസൂൽ നേരത്തെ നമ്മളെ പഠിപ്പിച്ചു, അല്ലേ? നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ ഞാൻ കണ്ടു, അതുകൊണ്ട് സ്ത്രീകളോട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് സൗദക്ക അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ അറിയിച്ചു തന്നത്, നമ്മൾ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ആ നരകത്തിൽ എത്തിപ്പെടാതെ, അതിൻ്റെ നരകത്തിൽ പ്രവേശിക്കാതെ, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുക. ആലോചിച്ച് ഏറ്റവും മുന്തിയ ഹൈ ക്ലാസ് ആൾക്കാരാണെന്ത്, ബിസിനസ് ക്ലാസ് ആണെന്ത്, വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെയും ആളുകളുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ എപ്പോഴും അള്ളാഹിനോട് ചോദിക്കുമ്പോൾ എന്താ പറയുക, എങ്ങനെയെങ്കിലും എൻ്റെ സ്വർഗത്തിൽ ആക്കി തരണേ എന്നല്ല നമ്മൾ പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായത് ചോദിക്കണം. ചോദിക്കുമ്പം നിങ്ങൾ സ്വർഗത്തിൻ്റെ ഏറ്റവും അഅലൽ ജന്ന, ഉന്നതമായ സ്വർഗം, ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടങ്ങൾ എന്നറിയില്ലേ, ഏദൻ തോട്ടങ്ങൾ, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിൽ, ഏറ്റവും ഉന്നതമായ സ്വർഗം ആണ് നമ്മൾ ചോദിക്കേണ്ടത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ അള്ളാഹുവിനോട് ചോദിക്കുമ്പം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചോദിക്കുക, നരകത്തിൽ നമ്മൾ കാവലിനെ ചോദിക്കുക. എല്ലാ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒട്ടേറെ സമയങ്ങളുണ്ട്. ഫർള് നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ, നിസ്കാരത്തിൻ്റെ ശേഷം, അതേപോലെ തന്നെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള സമയം, അതേപോലെ തന്നെ ഫജ്റിന് മുമ്പുള്ള ആ തഹജ്ജുദിൻ്റെ സമയം, അല്ലേ? നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയം, ഇതേപോലെ ഇത്തരത്തിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒട്ടേറെ സമയങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നരകമോചനത്തെ പറ്റി, അല്ലെ, പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും തൻ്റെ കുടുംബത്തെയും തന്നെയും എല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു മുജീബാണ്, ഖരീബാണ്, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുകൊണ്ട് ആ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു ഇതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.